വിശുദ്ധ ഖുർആനിലെ വ്യത്യസ്ത പ്രാർത്ഥനകളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. മഹാനായ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം നിർവഹിച്ചിട്ടുള്ള വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനകളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ അവസാനം പറഞ്ഞത്. അതിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 129-ാമത്തെ ആയത്താണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ആ സന്ദർഭത്തിൽ ഇസ്മായിൽ അലൈഹിസ്സലാമും ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നു, റബ്ബനാ വബ്അസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. റബ്ബേ, എൻ്റെ മക്കളിൽ നിന്ന്, എൻ്റെ സന്താനങ്ങളിൽ നിന്ന് നീ ഒരു റസൂലിനെ നിയോഗിക്കണമേ. യത്ലു അലൈഹിം ആയാതിക, ആ റസൂൽ ആ ജനങ്ങൾക്ക് നിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കുന്നു. അങ്ങനെയുള്ളൊരു റസൂലിനെ നീ നിയോഗിക്കണമേ. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അവർക്ക് വേദവും വിജ്ഞാനവും പഠിപ്പിക്കുന്ന ഒരു ദൂതരെ അല്ലാഹുവേ നീ അവരിൽ നിന്ന് നിയോഗിക്കണമേ. വയുസക്കീഹിം, ആ കിതാബും ഹിക്മത്തും മുഖേന അവരെ സംസ്കരിച്ചെടുക്കുന്ന ഒരു പ്രവാചകരെ അല്ലാഹുവേ എൻ്റെ മക്കളിൽ നിന്ന് നീ നിയോഗിക്കണമേ. ഇന്നക അൻതൽ അസീസുൽ ഹകീം, തീർച്ചയായും നീ പ്രതാപിയും യുക്തിമാനുമാണല്ലോ എന്നാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തെ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ദുആ കാരണത്താലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അത് പറയുന്നുണ്ട്, അന ദഅവതു അബി ഇബ്രാഹിം, എൻ്റെ ഉപ്പയായ ഇബ്രാഹിമിൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണ് ഞാൻ. വബിശാറത്തു ഈസ, ഈസ അലൈഹിസ്സലാം തൻ്റെ ജനങ്ങൾക്കറിയിച്ച സുവിശേഷത്തിൻ്റെ ഭാഗവുമാണ് ഞാനെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിക്കുന്നുണ്ട്. ഇമാം ഹാക്കിം അദ്ദേഹത്തിൻ്റെ മുസ്തദറക്കിൽ 3566-ാമത്തെ ഹദീസായി ഈ കാര്യം ഉദ്ധരിക്കുന്നുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, റബ്ബനാ വബ്അസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം എന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ പ്രാർത്ഥിച്ച കാര്യങ്ങൾക്ക് ഒരു പക്ഷേ ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞ്, നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടായിരിക്കാം ഒരു പക്ഷേ ഉത്തരം ലഭിക്കപ്പെടുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ കിട്ടണമെന്നില്ല. ചിലത് ഈ ദുനിയാവിൽ തന്നെ നമുക്ക് കിട്ടണമെന്നില്ല, പരലോകത്ത് നമുക്ക് പ്രതിഫലമായിട്ട് രേഖപ്പെടുത്തുകയായിരിക്കും ഉണ്ടാവുക. ഏതായാലും ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ദഅവത്താണ്, പ്രാർത്ഥനയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ ഈസാ അലൈഹിസ്സലാം തൻ്റെ ജനങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. വഇദ് ഖാല ഈസ ഇബ്നു മറിയം, മറിയമിൻ്റെ മകനായ ഈസാ അലൈഹിസ്സലാം തൻ്റെ ജനങ്ങളോട് പറഞ്ഞു, യാ ബനി ഇസ്രായേൽ, അല്ലയോ ഇസ്രായേൽ സന്തതികളെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്കുള്ള അല്ലാഹുവിൻ്റെ റസൂലാണ്. ഈസാ അലൈഹിസ്സലാം എന്നാണ് മുഅ്മിനീങ്ങളായ നമ്മൾ പറയുക.
അദ്ദേഹം ജാരസന്തതിയാണ് എന്ന് വാദിക്കുന്നവർ ജൂതന്മാരായ ആളുകളാണ്. ഈസാ അലൈഹിസ്സലാം ദൈവപുത്രനാണെന്ന് വാദിക്കുന്നവർ നസ്വാറാക്കളാണ്. എന്നാൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നത് ഈസാ അലൈഹിസ്സലാം മറിയമിന്റെ മകനാണ്, പിതാവില്ലാതെ ജനിച്ച ആളാണ്, അള്ളാഹുവിന്റെ ദൂതനും അള്ളാഹുവിന്റെ ദാസനുമാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈസാ അലൈഹിസ്സലാമിനെ ചീത്ത വിളിക്കുകയില്ല. അവനത് സങ്കല്പിക്കുവാൻ പോലും കഴിയില്ല. പ്രവാചകന്മാരിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠരായ 5 പ്രവാചകന്മാരിൽ ഒരാളാണ് ഈസാ അലൈഹിസ്സലാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് പലപ്പോഴും ഇസ്ലാമിനെതിരെയും ഇസ്ലാമിക പ്രഭാഷകന്മാർക്കെതിരെയും അതുപോലെ തന്നെ ഇസ്ലാമിക സംഘങ്ങൾക്കെതിരെയും ഒക്കെ പലപ്പോഴും പല ആളുകളും ക്ലിപ്പ് മുറിച്ചും മറ്റുമൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈസാ അലൈഹിസ്സലാം എന്നാൽ ഒരൊറ്റ നബിയെ പറ്റിയും നമ്മൾ മോശമായി യാതൊന്നും ചിന്തിക്കുക പോലുമില്ല എന്നതാണ് നമ്മുടെ പ്രത്യേകത. ഒരുപാട് ക്രൈസ്തവരായ ആളുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി മോശമായത് പറയാറുണ്ട്. എന്നാൽ ഒരു മുഅ്മിൻ ഈസാ അലൈഹിസ്സലാമിനെ പറ്റിയോ മൂസ അലൈഹിസ്സലാമിനെ പറ്റിയോ മറ്റ് നബിമാരെ പറ്റിയോ യാതൊന്നും മോശമായിട്ട് പറയാറില്ല, പറയാനോ ചിന്തിക്കാനോ പാടില്ല. അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ അത് കാരണമായി തീരുമെന്ന് സഗൗരവം നമ്മൾ മനസ്സിലാക്കുക. സാന്ദർഭികമായി സൂചിപ്പിച്ചതാണ്. അല്ലാഹു തആല പറയുന്നത് നിങ്ങൾ എല്ലാ കിതാബിലും വിശ്വസിക്കുന്നു എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, മുഅ്മിനീങ്ങളെ നിങ്ങളുടെ കാര്യം അത്ഭുതമാണ്, നിങ്ങൾ എല്ലാ കിതാബുകളിലും വിശ്വസിക്കുന്നു, എല്ലാ നബിമാരെയും നമ്മൾ അംഗീകരിക്കുന്നു. ബൈബിൾ എടുത്ത് പരിശോധിച്ചാൽ ലൂത്ത് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ നൂഹ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചും മറ്റു പല പ്രവാചകന്മാരെ സംബന്ധിച്ചും വളരെ മ്ലേച്ഛമായ രൂപത്തിൽ അതിൽ പുരോഹിതന്മാർ എഴുതി പിടിപ്പിച്ചത് കാണാൻ കഴിയും. എന്നാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രവാചകനെ സംബന്ധിച്ചും ഒരു മോശമായതും പറയില്ല എന്നത് അവരുടെ ഈമാനിന്റെ ഭാഗമാണ്. മാത്രവുമല്ല, നബിമാർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ റഹ്മത്ത് ലഭിക്കാൻ, അവർക്ക് അള്ളാഹുവിൻ്റെ രക്ഷ ലഭിക്കാൻ വേണ്ടി സദാ പ്രാർത്ഥിക്കുന്നവരുമാണ് മുഅ്മിനീങ്ങളായ ഓരോരുത്തരുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈസാ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല സംരക്ഷിച്ചുവെന്നും അല്ലാഹു അദ്ദേഹത്തെ കൊലയാളികൾക്ക് വിട്ടുകൊടുക്കാതെ ആകാശലോകത്തേക്ക് ഉയർത്തിയെന്നും വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ. അദ്ദേഹത്തിലൂടെ അല്ലാഹു തആല ഒട്ടനവധി ദൃഷ്ടാന്തങ്ങൾ പ്രകടിപ്പിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് നബിമാരെ നമ്മളാരും അപമാനിക്കുകയോ മോശമാക്കുകയോ ചെയ്യുന്നില്ല എന്നതാ. ഈസാ അലൈഹിസ്സലാം പച്ചവെള്ളം മദ്യമാക്കിയതാണ് ഈസാ അലൈഹിസ്സലാമിന്റെ വലിയ കറാമത്തായി അല്ലെങ്കിൽ വലിയ അത്ഭുതമായിട്ട് ഇത്തരം ആളുകളെ ഗ്രന്ഥത്തിൽ പരിചയപ്പെടുത്തുന്നതെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ സംസാരിച്ച ഈസാ അലൈഹിസ്സലാം, മരിച്ചവരായ ആളുകൾ അല്ലാഹുവിന്റെ അനുമതി പ്രകാരം ജീവിപ്പിച്ച ഈസാ അലൈഹിസ്സലാം, അതുപോലെ തന്നെ കളിമണ്ണ് കൊണ്ട് പക്ഷിയുടെ രൂപമുണ്ടാക്കി അതിലേക്ക് ഊതിയപ്പോ അല്ലാഹു അതിനെ പക്ഷിയാക്കി മാറ്റിയ ചരിത്രമൊക്കെയാണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ജന്മന അന്ധനായ ആളുകൾ, അതുപോലെ തന്നെ വെള്ളപ്പാണ്ട് രോഗികൾ, അവർക്കൊക്കെ അല്ലാഹു തആല ശമനം നൽകി. ഈ കാര്യങ്ങളൊക്കെ ഈസാ അലൈഹിസ്സലാമിന്റെ ദൃഷ്ടാന്തമായിട്ട് അദ്ദേഹത്തിലൂടെ അല്ലാഹു കാണിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ അത്രയും അധികം നബിമാരെ അംഗീകരിക്കുന്നവരും ആദരിക്കുന്നവരുമാണ് നമ്മളെന്ന് നമ്മൾ മനസ്സിലാക്കുക. നബിമാരെല്ലാം ഏകോദര സഹോദരന്മാരാണ്. ഒരു പ്രവാചകൻ മറ്റൊരു പ്രവാചകന്റെ സഹോദരനാണ്. ഒരു ഉമ്മ ഒരു മനുഷ്യന് വ്യത്യസ്ത ഭാര്യമാരിലുണ്ടായ വിവിധ മക്കളെപ്പോലെ അടിസ്ഥാനപരമായി അവരെല്ലാവരും ഒരേ രൂപത്തിൽ തന്നെയാണ്, ഒരേ ആദർശമാണ്. എന്നാൽ ഓരോ കാലത്തും ഓരോ ശരീഅത്തുണ്ടാകും. അത് ഓരോ പ്രവാചകന്മാരും സമൂഹത്തിന് പ്രത്യേകമായി പഠിപ്പിച്ചു കൊടുത്തു എന്നും നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞാൻ എൻ്റെ പിതാവായ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനക്കുള്ള ഉത്തരമാണ്. ഈസാ അലൈഹിസ്സലാമിൻ്റെ സന്തോഷ വാർത്ത അറിയിക്കലാണ് ഞാൻ. വഇദ് ഖാല ഈസ ഇബ്നു മർയം യാ ബനി ഇസ്രായീൽ, അല്ലയോ ബനു ഇസ്രായേലുകാരെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്കുള്ള അല്ലാഹുവിൻ്റെ ദൂതരാണ്. മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്ത്, എനിക്ക് മുമ്പുള്ള തൗറാത്തിനെ സത്യപ്പെടുത്താനാണ് ഞാൻ കടന്നു വന്നത്. വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, എനിക്ക് ശേഷം കടന്നു വരാനുള്ള
അഹ്മദ് എന്ന പ്രവാചകനെ സംബന്ധിച്ച് ഞാൻ സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുന്നു. അഹ്മദ് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു പേരാണ്. അന മുഹമ്മദ് വ അഹ്മദ്, ഞാൻ മുഹമ്മദാണ്, ഞാൻ അഹ്മദാണ് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി കാണാൻ കഴിയും. ഫലമ്മാ ജാഅഹും ബിൽ ബയ്യിനാതി ഖാലു ഹാദാ സിഹ്റുൻ മുബീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായ തെളിവുകളുമായി കടന്നു വന്നപ്പോൾ ആ ജനങ്ങൾ പറഞ്ഞു, ഇത് വ്യക്തമായ മാരണം മാത്രമാകുന്നു എന്ന് പറഞ്ഞ് നിഷേധിക്കുകയാണ് അവർ ചെയ്തത് എന്നാണ് സൂറത്തു സഫിന്റെ 6-ാമത്തെ ആയത്ത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചത് ലോകത്തെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായി കൊണ്ടാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മിയാണ്. ഉമ്മി എന്ന് പറഞ്ഞാൽ നിരക്ഷരനായ പ്രവാചകനാണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എഴുത്തും വായനയും അറിയില്ല എന്ന് പറഞ്ഞാൽ അയാളുടെ ഒരു പോരായ്മയാവാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വമാണ് എഴുത്തും വായനയും അറിയില്ല എന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗ്രന്ഥം വായിക്കുകയും ഗ്രന്ഥം എഴുതുകയും ചെയ്യുന്ന ആളായിരുന്നെങ്കിൽ നിഷേധികൾക്ക് പറയാമായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിന്തിച്ച് എഴുതിയുണ്ടാക്കിയതാണ് വിശുദ്ധ ഖുർആൻ എന്ന്. അതുകൊണ്ട് തന്നെ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുള്ളൊന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മിയാണ് എന്ന കാര്യം. അല്ലാഹു പറയുന്നുണ്ട്, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹും, നിരക്ഷരരായ ആ സമൂഹത്തിൽ അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ നിയോഗിക്കുക വഴി ആ ദൂത അല്ലാഹു സുബ്ഹാന അങ്ങനെ നിയോഗിച്ച അല്ലാഹു തആല. ആ ദൂതന്റെ പ്രത്യേകത എന്താണ്? യത്ലു അലൈഹിം ആയാതിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ജനങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഓതിക്കൊടുത്തു. വയുസക്കീഹിം, അവരെ സംസ്കരിച്ചെടുത്തു. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അവർക്ക് വേദവും വിജ്ഞാനവും പഠിപ്പിച്ചു കൊടുത്തു. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, അവർ മുമ്പ് വ്യക്തമായ വഴിപിഴവിലായിരുന്നു എന്നാണ് സൂറത്തുൽ ജുമുഅയിലെ 2-ാമത്തെ ആയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമൂഹത്തെ സംസ്കരിച്ചെടുത്തത് ആയത്തോതി കൊടുത്തുകൊണ്ട്. അതുപോലെ തന്നെ ഖുർആനും കിതാബും, അഥവാ ഖുർആൻ കിതാബ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഖുർആനാണ്. കിതാബും ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കപ്പെടുന്നത് ഹദീസാണ്. ഖുർആനും സുന്നത്തും പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങൾക്കിടയിൽ പരിവർത്തനം സൃഷ്ടിച്ചു. മുമ്പ് വ്യക്തമായ വഴികളിലായിരുന്നു എന്ന് പറയുമ്പോൾ ആ വഴിപിഴവ് എത്രത്തോളമായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നജാശി രാജാവിൻ്റെ കൊട്ടാരത്തിൽ അബൂ സുഫിയാൻ അടക്കമുള്ള അന്നത്തെ മുശ്രിക്കുകളെ സാക്ഷിയാക്കിക്കൊണ്ട് എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുന്നതിന് മുമ്പ് ആ നാട്ടിലെ അവസ്ഥ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തോടുകൂടി അവിടെ സംഭവിച്ച മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നും വളരെ മനോഹരമായിട്ട് വിവരിച്ചിട്ടുണ്ട്. ഹദീസിൽ കാണാം, അദ്ദേഹം രാജാവിനോട് പറഞ്ഞു, അയ്യുഹൽ മലിക്, അല്ലയോ രാജാവേ, കുന്നാ ഖൗമൻ അഹ്ല ജാഹിലിയത്തിൻ, ഞങ്ങൾ അജ്ഞരായ ഒരു ഖൗമായിരുന്നു. ജാഹിലിയത്തിന്റെ അന്ധകാരങ്ങളിൽ മുങ്ങിക്കുളിച്ച ഒരു ജനപദമായിരുന്നു അവർ എന്ന് മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. നഅബുദുൽ അസ്നാം, ഞങ്ങൾ വിഗ്രഹാരാധകരായിരുന്നു. നഅകുലുൽ മൈതത, ഞങ്ങൾ ശവം തിന്നുന്നവരായിരുന്നു. വനഅതിൽ ഫവാഹിഷ, അധർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവരായിരുന്നു ഞങ്ങൾ. വനഖതഉൽ അർഹാം, കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിക്കുന്നവരായിരുന്നു ഞങ്ങൾ. വനുസീഉൽ ജിവാർ, അയൽക്കാരോട് മോശമായി പെരുമാറുന്നവരായിരുന്നു ഞങ്ങൾ. യഅകുലുൽ ഖവിയ്യു മിന്നൽ ദഈഫ്, ഞങ്ങളിലെ ദുർബലരായ ആളുകളെ ശക്തരായ ആളുകൾ അതിജയിക്കാറുണ്ടായിരുന്നു. ഫകുന്ന അലാ ദാലിക ഹത്താ ബഅസല്ലാഹു ഇലൈനാ റസൂലൻ മിന്നാ, അങ്ങനെ തിന്മയിൽ അഭിരമിക്കുന്ന ഞങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ നിയോഗിച്ചു. നഅരിഫു നസബഹു, അദ്ദേഹത്തിന്റെ കുടുംബ പാരമ്പര്യം ഞങ്ങൾക്കറിയാം. മറ്റൊരു നാട്ടിൽ നിന്ന് അറിയപ്പെടാത്ത ഏതോ ഒരാളെ നിയോഗിച്ചതല്ല. നഅരിഫു നസബഹു, അദ്ദേഹത്തിന്റെ പാരമ്പര്യം ഞങ്ങൾക്കറിയാം. വസിദ്ഖഹു, അദ്ദേഹം സത്യസന്ധനാണെന്ന് ഞങ്ങൾക്കറിയാം. വഅമാനതഹു, അദ്ദേഹത്തിന്റെ വിശ്വസ്തതയും ഞങ്ങൾക്കറിയാം.
വഅഫാഫഹു, അദ്ദേഹത്തിന്റെ പരിശുദ്ധിയും ഞങ്ങൾക്കറിയാം. ഫദആനാ ഇലല്ലാഹി തആല ലിനുവഹിദഹു വനഅബുദഹു, അല്ലാഹുവിനെ ആരാധിക്കണമെന്നും എല്ലാ രൂപത്തിലുമുള്ള ആരാധനകൾ അവന് മാത്രമാക്കണമെന്നും അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു. വനഖ്ലഅ മാ കുന്നാ നഅബുദു നഹ്നു വആബാഉനാ മിൻ ദൂനി മിനൽ ഹിജാറതി വൽ ഔസാൻ, ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളെയും അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നതിനെയും കല്ലുകളെയും ഒക്കെ ഒഴിവാക്കണമെന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു. വഅമറ ബിസ്സിദ്ഖിൽ ഹദീസ്, അദ്ദേഹം ഞങ്ങളോട് സത്യം പറയാൻ കൽപ്പിച്ചു. വഅദാഇൽ അമാന, വിശ്വസ്തത കാത്തു സൂക്ഷിക്കണമെന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു. വസിലത്തിർ റഹീം, കുടുംബബന്ധം ചേർക്കണമെന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു. വഹുസ്നിൽ ജിവാർ, അയൽക്കാരോട് ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കണമെന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു. വകഫി അനിൽ മഹാരിമി വദ്ദിമാ, മനുഷ്യന്റെ രക്തം പവിത്രമാണ്, അന്യായമായി കൊല്ലരുത്. ആ രൂപത്തിലുള്ള ഉപദേശങ്ങളൊക്കെ അദ്ദേഹം ഞങ്ങൾക്ക് നൽകി. വനഹാന, അദ്ദേഹം ഞങ്ങളോട് വിലക്കി. അനിൽ ഫവാഹിഷ്, എല്ലാ രൂപത്തിലുമുള്ള മ്ലേച്ഛമായ കാര്യങ്ങളും അദ്ദേഹം ഞങ്ങൾക്ക് വിലക്കി. വഖൗല സൂരി, വ്യാജമായ സംസാരങ്ങൾ അദ്ദേഹം ഞങ്ങൾക്ക് വിലക്കി. വഅകിലി മാലിൽ യതീം, അനാഥയുടെ സമ്പത്ത് അന്യായമായി തിന്നുന്നത് ഞങ്ങൾക്ക് വിലക്കി. വഖദ്ഫിൽ മുഹ്സന, പതിവ്രതകളെ സംബന്ധിച്ച് വ്യഭിചാരാരോപണം ഉന്നയിക്കുന്നത് ഞങ്ങൾക്ക് വിലക്കി. വഅമറന അൻ നഅബുദല്ലാഹ വഹ്ദഹു ലാ നുശ്രികു ബിഹി ശൈആ, അദ്ദേഹം ഞങ്ങളോട് കൽപ്പിച്ചു അല്ലാഹനെ മാത്രം ആരാധിക്കണമെന്നും ഞങ്ങൾ അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത് എന്നും കൽപ്പിച്ചു. വഅമറനാ ബിസ്സലാത്തി വസ്സകാത്തി വസ്സിയാം, അദ്ദേഹം ഞങ്ങളോട് നമസ്കാരവും അതുപോലെ തന്നെ സകാത്തും സിയാമും നോമ്പുമൊക്കെ കൽപ്പിച്ചു. അങ്ങനെ ഓരോ കാര്യങ്ങൾ അദ്ദേഹം എണ്ണുകയാണ്. എന്നിട്ട് പറയാണ്, ഇതൊക്കെ ഞങ്ങൾ അംഗീകരിച്ചു. ഫസദ്ദഖ്നാ വആമന്നാ ബിഹി, ഇതൊക്കെ ഞങ്ങൾ വിശ്വസിക്കുകയും അദ്ദേഹത്തെ വിശ്വസിക്കുകയും ഞങ്ങൾ ഇതൊക്കെ സത്യപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ അല്ലാഹുവിന് പുറമെ ആരാധിക്കുന്നതെല്ലാം ഒഴിവാക്കി. അദ്ദേഹം ഞങ്ങൾക്ക് അനുവദനീയമാക്കിയതൊക്കെ ഞങ്ങൾ അനുവദനീയമായി കണ്ടു. അദ്ദേഹം ഞങ്ങൾക്ക് നിഷിദ്ധമാക്കിയതൊക്കെ ഞങ്ങൾ ഒഴിവാക്കി, നിഷിദ്ധമായി കണ്ടു. അങ്ങനെ ഓരോ കാര്യങ്ങൾ എണ്ണീട്ട് പറയാണ്, ഇങ്ങനൊക്കെ ഞങ്ങൾ ചെയ്തപ്പോൾ ഞങ്ങളുടെ ഖൗമ് ഞങ്ങളെ പുറത്താക്കി. അവസാനം അദ്ദേഹം പറയുന്നുണ്ട്, വറജൗന അല്ലാ തുദ്ലമ ഇൻദക അയ്യുഹൽ മലിക്, അല്ലയോ രാജാവേ, നിങ്ങൾ ഞങ്ങളോട് അനീതി കാണിക്കില്ലെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നാണ്. ഇത് മുസ്നദ് അഹ്മദിലെ 22,498 ഹദീസായിട്ട് കാണാൻ കഴിയും. എന്നിത് ഉദ്ധരിച്ചത് ഇതായിരുന്നു ജാഹിലിയത്ത്. മദ്യപാനം, വ്യഭിചാരം, ചൂതാട്ടം, കൊലപാതകം, വിഗ്രഹാരാധനകൾ, അതുപോലെ തന്നെ എന്തെല്ലാം രൂപത്തിലുള്ള അധാർമിക പ്രവർത്തനങ്ങളുണ്ടോ അതൊക്കെ ആ നാട്ടിലുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സംസ്കരിച്ചു. എങ്ങനെ? യത്ലു അലൈഹിം ആയാതിഹി, അല്ലാഹുവിന്റെ ആയത്തുകൾ അവർക്ക് ഓതിക്കൊടുത്തു. വയുസക്കീഹിം, അവരെ സംസ്കരിച്ചു. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അവർക്ക് വേദവും വിജ്ഞാനവും പഠിപ്പിച്ചു കൊടുത്തു. സമാനമായ ആയത്തുകൾ, ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ തന്നെ 151-ാമത്തെ ആയത്തിൽ കാണാം, കമാ അർസൽനാ ഫീകും റസൂലൻ മിൻകും യത്ലു അലൈക്കും ആയാതിനാ വയുസക്കീകും വയുഅല്ലിമുകുമുൽ കിതാബ വൽ ഹിക്മ വയുഅല്ലിമുകും മാ ലം തകൂനൂ തഅലമൂൻ. അല്ലാഹു തആല അവർക്ക് ചെയ്ത അനുഗ്രഹത്തെ പറ്റി പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയാണ്, ആ അനുഗ്രഹത്തെ പോലെ തന്നെ അല്ലാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹമാണ് എന്ത്? കമാ അർസൽനാ ഫീകും റസൂലൻ മിൻകും, നിങ്ങളിൽ തന്നെയുള്ള ഒരു ദൂതനെ നിങ്ങൾക്ക് നിയോഗിച്ചു എന്നുള്ളത്. യത്ലു അലൈക്കും ആയാതിന, ആ ദൂതൻ നമ്മുടെ ആയത്തുകൾ നിങ്ങൾക്ക് ഓതി തന്നില്ലേ? അതുപോലെ തന്നെ വയുസക്കീകും വയുഅല്ലിമുകുമുൽ കിതാബ വൽ ഹിക്മ, അദ്ദേഹം നിങ്ങളെ സംസ്കരിച്ചു, അദ്ദേഹം നിങ്ങൾക്ക് കിതാബും ഹിക്മത്തും പഠിപ്പിച്ചു തന്നു. വയുഅല്ലിമുകും മാ ലം തകൂനൂ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും അദ്ദേഹം നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നില്ലേ എന്നാ ശുദ്ധ ഖുർആൻ ഈ കാര്യം വളരെ കൃത്യമായി നമ്മെ അറിയിക്കുന്നു. സൂറത്ത് ആല ഇമ്രാന്റെ 164-ാമത്തെ ആയത്തിൽ കാണാം, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, വിശ്വാസികൾക്ക് അല്ലാഹു തആല അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു. അവർക്ക്
അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ നിയോഗിക്കുക വഴി അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് അനുഗ്രഹം നൽകിയിരിക്കുന്നു. യത്ലു അലൈഹിം ആയാതിഹി, ആ റസൂൽ അവർക്ക് അല്ലാഹുവിൻ്റെ ആയത്തുകൾ ഓതിക്കേൾപ്പിച്ചു. വയുസക്കീഹിം, ആ റസൂൽ അവരെ സംസ്കരിച്ചു. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, വേദവും വിജ്ഞാനവും അദ്ദേഹം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, അവർ മുമ്പ് വ്യക്തമായ വഴിപിഴവിലായിരുന്നു എന്നാണ്. സൂറത്ത് ആല ഇംറാന്റെ 103-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, വകുൻതും അലാ ശഫാ ഹുഫ്റത്തിൻ മിനൻ നാർ, നിങ്ങൾ നരകക്കുണ്ടിലായിരുന്നു, നരകത്തിന്റെ വക്കിലായിരുന്നു. അവിടെ നിന്നാണ് അല്ലാഹു തആല നിങ്ങൾ രക്ഷിച്ചത്. എല്ലാ രൂപത്തിലുമുള്ള അധാർമിക പ്രവർത്തനങ്ങൾ അഭിരമിച്ചിരുന്ന ആ ജനതയെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും ഉത്തമരായ സമൂഹമാക്കി മാറ്റി. എങ്ങനെ? വിശുദ്ധ ഖുർആൻ അവർക്ക് ഓതിക്കൊടുത്തുകൊണ്ട്, അതുപോലെ തന്നെ ഹിക്മത്ത് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബയെ സംബന്ധിച്ച് കാണാൻ കഴിയും. കാനത്ത് ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബതാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 2 ഖുതുബകളായിരുന്നു ഉണ്ടായിരുന്നത്. അതാണ് നമ്മൾ വെള്ളിയാഴ്ച ആ ഒരു മാതൃകയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. യഖറഉൽ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഖുർആൻ ഓതി കൊടുക്കും. വയുദക്കിറുൻ നാസ്, എന്നിട്ട് ജനങ്ങളെ ഉത്ബോധിപ്പിക്കും. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഖുർആൻ ധരിച്ച് സ്വന്തമായി വ്യാഖ്യാനിക്കുകയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഉത്ബോധനത്തെ നമ്മൾ മാതൃകയാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് കൂടി ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കും. അതാണ് പരിവർത്തനത്തിൻ്റെ നിദാനം. ഖുർആനിലേക്കും സുന്നത്തിലേക്കും ജനങ്ങളെ വിളിക്കുക എന്നുള്ളതാണ് ജനങ്ങളിൽ ഏറ്റവും നല്ല രൂപത്തിൽ പരിവർത്തനമുണ്ടാക്കുവാനുള്ള മാർഗമെന്ന് നമ്മൾ തിരിച്ചറിയണം. പലപ്പോഴും പല പ്രഭാഷകന്മാരും ഇസ്ലാമിൻ്റെ പേരിൽ അവർ നടത്തുന്ന പ്രഭാഷണങ്ങളിൽ അത് കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി അവർ കൊണ്ടുവരുന്നത് ഏതൊക്കെയോ വ്യാജ നിർമ്മിതികളായിട്ടുള്ള ദുർബലമായിട്ടുള്ള കഥകളൊക്കെ ആയിരിക്കും. കാരണം ആരും കേൾക്കാത്തത് പറയണം, ആരും പറയാത്തത് പറയണം, അല്ലേ? പുതിയ പുതിയ അറിവ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കറാമത്ത് കഥകളും ഇല്ലാത്ത കഥകളുമൊക്കെ ജനങ്ങളെ കേൾപ്പിക്കുകയും എന്നിട്ട് തൻ്റെ പ്രഭാഷണത്തിന് ആളുകളെ കൂട്ടുകയും ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശൈലി അതല്ല. ഖുർആൻ ഉദ്ധരിക്കുന്നു, ഉത്ബോധിപ്പിക്കുന്നു. ഖുർആനും സുന്നത്തും ജനങ്ങളെ പഠിപ്പിച്ച് അവരെ ഏറ്റവും നല്ല സംസ്കാര സമ്പന്നരാക്കി മാറ്റി എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. മദ്യപാനം, നമുക്കറിയാം, മദ്യം ഒഴിവാക്കാതെ ജീവിക്കാൻ കഴിയാത്തൊരു സമുദായമായിരുന്നു അവർ. ഇദാമിത്തു ഫദ്ഫന്നി അലാ ജംബി കർമത്തിൻ, ഞാൻ മരിക്കുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ മയ്യത്ത് മുന്തിരി വള്ളിക്ക് താഴെ മറവ് ചെയ്യണം. ആ ഒലിച്ചിറങ്ങുന്ന മുന്തിരിച്ചാറുകൾ എൻ്റെ അസ്ഥിമഞ്ജരങ്ങളിൽ ഹരം പകർന്നാലോ എന്ന് പോലും ചിന്തിച്ചിരുന്ന സമൂഹമായിരുന്നു അവർ. അല്ലാഹു ആയത്തിറക്കി, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. വിശ്വാസികളെ, തീർച്ചയായും മദ്യവും ചൂതാട്ടവും പ്രശ്നം വെക്കലും അമ്പുകൊണ്ടുള്ള ഭാഗ്യപരീക്ഷണവുമൊക്കെ പിശാചിന്റെ മ്ലേച്ഛ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ്. അതുകൊണ്ട് ഫജ്തനിബൂ, നിങ്ങളത് ഒഴിവാക്കുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയിക്കാം. ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഅദാഅ ഫിൽ ഖംറി വൽ മൈസിർ വയസുദ്ദുകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാത്ത് ഫഹൽ അൻതും മുൻതഹൂൻ. തീർച്ചയായും പിശാച് മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കാനും അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്നും നമസ്കാരത്തിൽ നിന്നും നിങ്ങളെ തടയാനുമാകുന്നു. ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് വിരമിക്കാൻ സമയമായില്ലേ? നിങ്ങൾ വിരമിക്കുന്നില്ലേ? സൂറത്തുൽ മാഇദയിലെ 90-91 ആയത്തുകളാണ്. അതിനു മുമ്പ് മറ്റു 2 ഘട്ടങ്ങളായി അള്ളാഹു മദ്യത്തിൻ്റെ ആ ഒരു രീതിയിൽ നിന്ന്, മദ്യം കുടിക്കുന്നതിൽ നിന്ന് ആ സമൂഹത്തെ മോചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ സമ്പൂർണമായി അല്ലാഹു തആല മദ്യം വിരോധിച്ചുകൊണ്ട് ആയത്തിറക്കി. ഈ ഒരു ആയത്തിൽ ഇറങ്ങിയപ്പോൾ അവർ മദ്യത്തിൻ്റെ ചഷകങ്ങൾ തല്ലിയുടച്ചു. മദ്യം കഴിച്ചവർ വായിൽ കൈയിട്ട് ഛർദ്ദിച്ചു കളഞ്ഞു. എന്തിനു വേണ്ടി? അള്ളാഹുവിനെ അവരറിഞ്ഞതുകൊണ്ട്. അവർക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി വിശുദ്ധ ഖുർആൻ ഓതി ഉത്ബോധിപ്പിച്ചു കൊടുത്തതുകൊണ്ട് അവർക്ക് പരിവർത്തനം ഉണ്ടായി. മദ്യമുക്തമായൊരു നാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ടാക്കി. നമ്മുടെ നാട്ടിലോ
അല്ലെ? ഈ കൊറോണ ഒക്കെ വന്നാൽ ഏറ്റവും അവസാനം അടക്കലും മദ്യഷാപ്പായിരിക്കും, ഏറ്റവും ആദ്യം തുറക്കലും മദ്യഷാപ്പായിരിക്കും. ക്രിസ്മസിന്റെ പേരിൽ ഒരുപാട് മദ്യം കഴിച്ച ആളുകൾ, കോടിക്കണക്കിന് മദ്യമാണ് നമ്മുടെ നാട്ടിൽ കുടിച്ചു തീർത്തത്. ഇപ്പം ന്യൂ ഇയർ വരാൻ പോവാണ്, അതിൻ്റെ പേരിൽ കുറേ കുടിച്ചു തീർക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദ്യരഹിതമായൊരു സമൂഹത്തെ കെട്ടിപ്പടുത്തു. എങ്ങനെ? ഖുർആൻ ഓതി, ഹദീസ് ഉദ്ധരിച്ചു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരിവർത്തനം സാധ്യമാണ്. വിശുദ്ധ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കും മടങ്ങിയാൽ നമുക്കും ജനങ്ങളെ നന്മയുടെ മാർഗത്തിലേക്ക് വിളിക്കാം. എങ്ങനെ? ഖുർആനും സുന്നത്തും ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുമ്പോൾ ആ സമൂഹം ഏറ്റവും വലിയ അന്ധകാരങ്ങളിലായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ അന്ധകാര നിബിഡമായ ആ ജനതയിലേക്ക് ഏറ്റവും വലിയ പ്രകാശപൂരിതമായ വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല ഇറക്കി. വെളിച്ചം ഏറ്റവും അധികം ആവശ്യമായ സ്ഥലമേതാണോ ആ സ്ഥലത്തേക്ക് തന്നെ അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു. അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ. നബിയെ, താങ്കൾക്ക് നാം ഈ കിതാബ് ഇറക്കിയിരിക്കുന്നു. ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ, ജനങ്ങളെ താങ്കൾ അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദൗത്യം ഇവിടെ നിർവഹിച്ചിട്ടുണ്ട്. സൂറത്ത് ഇബ്രാഹിമിൻ്റെ 1-ാമത്തെ ആയത്താണ്. സൂറത്തുൽ അറാഫിന്റെ 157, 158 ആയത്തുകളിൽ നമുക്ക് കാണാം, അല്ലദീന യത്തബിഊന റസൂലൻ നബിയ്യൽ ഉമ്മിയല്ലദീന യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ. അവർ പിൻപറ്റുന്ന ആ നബി, അദ്ദേഹത്തെ പറ്റി തൗറാത്തിലും ഇൻജീലിലും പരാമർശമുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുമ്പോൾ പല വേദ പുരോഹിതന്മാരും അദ്ദേഹത്തെ അംഗീകരിച്ചത്. വറഖത്ത് ബിൻ നൗഫലിനെ പോലെയുള്ള ആളുകൾ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനം പ്രതീക്ഷിച്ചത്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത എന്താണ്? യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സദാചാരം കൽപ്പിച്ചു, ദുരാചാരം വിലക്കി. വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത്ത്, ഏറ്റവും നല്ലത് അവർക്ക് ഹലാലാണെന്ന് അറിയിച്ചു കൊടുത്തു. വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, ഏറ്റവും മ്ലേച്ഛമായ കാര്യങ്ങൾ അല്ലെങ്കിൽ മേച്ഛമായ കാര്യങ്ങൾ അവർക്ക് നിഷിദ്ധമാക്കുകയും ചെയ്തു. വയദഉ അൻഹും ഇസ്റഹും വല്ലഗ്ലാൽ അല്ലതീ കാനത് അലൈഹിം, അവരുടെ മേലുള്ള ഭാരങ്ങൾ അദ്ദേഹം ലഘൂകരിച്ചു കൊടുത്തു. അവരെ വരിഞ്ഞു മുറുക്കിയ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ മോചിപ്പിച്ചെടുത്തു. ഏറ്റവും വലിയ വിമോചകനാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു പറയും, ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂ വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും അദ്ദേഹത്തിന് പിൻബലം നൽകുകയും അദ്ദേഹത്തെ സഹായിക്കുകയും അദ്ദേഹത്തോടൊപ്പം അല്ലാഹു ഇറക്കിയ വിശുദ്ധ ഖുർആനാകുന്ന പ്രകാശത്തെ പിൻപറ്റുകയും ചെയ്യുന്നവരാരാണോ അവരത്രേ വിജയികൾ. അല്ലാഹു പറയും, ഖുൽ നബിയെ പറയുക, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, ഞാൻ നിങ്ങളിലേക്ക് എല്ലാവരിലേക്കുമുള്ള അല്ലാഹുവിന്റെ ദൂതരാകുന്നു. എങ്ങനെയുള്ള അല്ലാഹു? അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ്, അതായത് ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഒക്കെ ആധിപത്യം ഏതൊരുത്തനാണോ അങ്ങനെയുള്ള അല്ലാഹുവിന്റെ ദൂതനാകുന്നു ഞാൻ. ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. യുഹീ വയുമീത്, അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. അതുകൊണ്ട് ഫആമിനൂ ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുക. വറസൂലിഹിൻ നബിയിൽ ഉമ്മിയല്ലദീ യുഅ്മിനു ബില്ലാഹി വകലിമതിഹി, അല്ലാഹുവിലും അല്ലാഹുവിന്റെ കലിമത്തിലും വിശ്വസിച്ചവരായ ആ നിരക്ഷരരായ നബിയിലും നിങ്ങൾ വിശ്വസിക്കുക. വത്തബിഊഹു, നിങ്ങൾ അദ്ദേഹത്തെ പിൻപറ്റുകയും ചെയ്യുക. ലഅല്ലക്കും തഹ്തദൂൻ, എങ്കിൽ നിങ്ങൾക്ക് നേർമാർഗം പ്രാപിക്കാം എന്ന് അല്ലാഹു തആല അറിയിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരിവർത്തനം നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഉത്തമമായ സംസ്കാരം നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ,
സമൂഹത്തെ നമ്മൾ സംസ്കരിച്ചെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ വിശുദ്ധ ഖുർആൻ പഠിക്കുക, പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ വിശദീകരണമായ ഹദീസുകൾ പഠിക്കുക, പഠിപ്പിക്കുക എന്നുള്ളതാണ്. അത് മുൻഗാമികൾ ഏതൊരു സമൂഹമാണോ ഖുർആൻ കൊണ്ട് പരിവർത്തിപ്പിക്കപ്പെട്ടത് ആ സമൂഹത്തെ മാതൃകയാക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. കുൻതും ഖൈറ ഉമ്മ, നിങ്ങളൊരു ഉത്തമ സമൂഹമാണെന്ന് അല്ലാഹ് പറഞ്ഞ ആ ഖൈറ ഉമ്മത്തിനെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. കാരണം ആ ഖൈറ ഉമ്മത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൃത്യമായ രൂപത്തിൽ പിൻപറ്റിയ ആളുകളാണ്. അതുകൊണ്ട് സുന്നത്തിലൂടെ മാത്രമേ കൃത്യമായി നമുക്ക് വിജയം കരസ്ഥമാക്കുവാൻ കഴിയൂ. വിശുദ്ധ ഖുർആനും സുന്നത്തും പഠിക്കുന്ന സമൂഹത്തിന് മാറ്റമുണ്ടാവൂ, അവർക്ക് അല്ലാഹുവിൻ്റെ സഹായമുണ്ടാവുമെന്ന് നമ്മൾ തിരിച്ചറിയുക. ദീനിൻ്റെ മാർഗത്തിൽ നിന്ന്, ദീനിൻ്റെ പ്രമാണത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷകൾ നമുക്ക് കടന്നു വരിക എന്ന് ഗൗരവമായി നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു തആല നമ്മെ എല്ലാ അർത്ഥത്തിലും സഹായിക്കുമാറാവട്ടെ.